ബോർഡ് ക്ലിയർ ആണോ? കാണാം. ഓക്കെ. So complete the next heading, memory management. So what is memory management? What's the use of operating system? Memory management. How memory management is performed in operating system? Madeline? Hello, Mr. Ketan. കേൾക്കുന്നുണ്ട് പറഞ്ഞു. അഡ്രസ് വെച്ചിട്ട് സ്വാപ്പ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫ്രാഗ്മെന്റേഷൻ ഹലോ മിസ്സേ ഹലോ മിസ്സേ കേൾക്കാവോ? മിസ്സേ സ്വാപ്പ് ചെയ്യണം. സ്വാപ്പ് ചെയ്യും പ്രോസസ്സിന്. എന്തിനു വേണ്ടിയിട്ടാണ് സ്വാപ്പിംഗ്? ഹലോ മിസ്സേ മെമ്മറി അലോക്കേഷന് വേണ്ടിയിട്ടായിരിക്കും. മെമ്മറി അലോക്കേഷന് വേണ്ടിയിട്ടായിരിക്കും. Okay, so as we know that ഒരു പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ the process should be executed in the primary memory ആയിരിക്കും അല്ലെ? പ്രോസസ് എവിടെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക? പ്രൈമറി മെമ്മറിയിലായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ പ്രൈമറി മെമ്മറിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഓൾറെഡി ഒരു പെർട്ടിക്കുലർ പ്രോസസ്സറിന് അഡ്രസ് അലോട്ട് ചെയ്തിട്ടുണ്ടാവും, CPU അഡ്രസ് അലോട്ട് ചെയ്തിട്ടുണ്ടാവും. വൈറസ് നമ്മൾ പ്രൈമറി മെമ്മറിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വി നീഡ് ടു ചേഞ്ച് അഡ്രസ് ടു ഏതാണ്? ഫിസിക്കൽ അഡ്രസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ മെമ്മറി മാനേജ്മെന്റിൽ എന്താ നടക്കുന്നത്? മാപ്പിംഗ് ഓഫ് ലോജിക്കൽ അഡ്രസ് ടു ഫിസിക്കൽ അഡ്രസ് സ്പേസ്. ഓക്കെ, സോ ഹിയർ വി ആർ പെർഫോമിംഗ് എന്താണ്? മാപ്പിംഗ് ഓഫ് ലോജിക്കൽ അഡ്രസ് ടു ഫിസിക്കൽ അഡ്രസ്. ഓക്കെ, അപ്പൊ ഏതൊരു പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിലും ദാറ്റ് മസ്റ്റ് ബി എന്ത് ചെയ്യണം? മാപ്ഡ് ടു പ്രൈമറി മെമ്മറി ഫോർ എക്സിക്യൂഷൻ. ഓക്കെ, സോ അപ്പൊ എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി നീഡ് എ മെമ്മറി സ്പേസ് ഇൻ ദി പ്രൈമറി മെമ്മറി. സോ ഹിയർ വി നീഡ് ടു അലോട്ട് ദി മെമ്മറി അലോക്കേഷൻ. Memory allocation, it is of two categories: continuous allocation and non-contiguous allocation. Two type of allocations are possible. Contiguous allocation and non-contiguous allocation. എന്താണ് contiguous allocation എന്ന് പറയുന്നത്?
What is continuous allocation? Anjali? മിസ്സേ Ah. ഈ കണ്ടിഗ്യസ് എന്ന് പറയുന്ന അടുത്തടുത്തുള്ളതിലേക്ക് വെക്കുന്നില്ലേ? അതെ. അതായത് എന്ത് ചെയ്യാം, ഒരു പർട്ടിക്കുലർ പ്രോസസ്സിന് എത്രയാണോ സ്പേസ് ആവശ്യം ആ സ്പേസ് മൊത്തം ഒരു ഏരിയയിൽ കണ്ടിന്യൂസ് ആയിട്ട് ആ സ്പേസ് അലോട്ട് ചെയ്യുന്നതിനെയാണ് കണ്ടിഗ്യസ് അലൊക്കേഷൻ എന്ന് പറയുന്നത്. Okay, so it is also two types, static allocation and dynamic allocation. Static allocation and dynamic allocation. Okay, so non-contiguous allocation എന്ന് പറയുമ്പോൾ എന്താണ്? Non-contiguous allocation. അർജുൻ? അടുത്തടുത്ത ലൊക്കേഷൻ ആവണമെന്നില്ല. സോ നോൺ കണ്ടിഗ്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് നമ്മൾ ആ പ്രോസസ്സിനെ ചിലപ്പോൾ എന്താണ് കുറച്ച് പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പോർഷൻ ഓരോ ലൊക്കേഷനിലായിരിക്കും അലോട്ട് ചെയ്യുക. സോ ദാറ്റ് ഇസ് ടേംഡ് ആസ് നോൺ കണ്ടിഗ്യൂസ് അലൊക്കേഷൻ. സോ വിച്ച് ഇൻക്ലൂഡ്സ് പേജിംഗ് ആൻഡ് സെഗ്മെന്റേഷൻ. ഈ വാക്കുകൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? പേജിംഗ് ആൻഡ് സെഗ്മെന്റേഷൻ. പേജിംഗ് ആൻഡ് സെഗ്മെന്റേഷൻ. ഓക്കെ, സോ അലൊക്കേഷൻ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് സോ ഇത് അതിന്റെ കാറ്റഗറീസ് ആണ്, എങ്ങനെയാണ് നമ്മൾ അലോട്ട് ചെയ്യാന്നുള്ളത്. സോ അലൊക്കേഷൻ സ്ട്രാറ്റജീസ് ആർ first one, first fit. എന്താണ് ഫസ്റ്റ് ഫിറ്റ്? എന്താണ്? സ്പേസിലേക്ക് പ്രോസസ്സിനെ, അതായത് പ്രോസസ്സിന് ഫസ്റ്റ് ഫ്രീ ആയിട്ട്, അതായത് ഈ പ്രോസസ്സിന് എന്താണോ സ്പേസ് ആവശ്യം ആ സ്പേസ് ഫസ്റ്റ് ആയിട്ട് അതോ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഒരു സ്പേസിനെ കാണുവാണെങ്കിൽ അവിടെ അലോട്ട് ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഇസ് ഫസ്റ്റ് ഫിറ്റ് അലോട്ട്സ് ദി ഫസ്റ്റ് ഫ്രീ പാർട്ടീഷൻ ദാറ്റ് ഇസ് ലാർജ് എനഫ് ടു അക്കോമഡേറ്റ് ദാറ്റ് പർട്ടിക്കുലർ പ്രോസസ്. ആ പ്രോസസ് നമുക്ക് എവിടെ ഫസ്റ്റ് ആയിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ മെമ്മറി നമ്മൾ നോക്കുമ്പോൾ ഏത് ലൊക്കേഷനിലാണ് ഫസ്റ്റ് ആയിട്ട് നമുക്ക് അലോട്ട് ചെയ്യാൻ പറ്റുമോ ആ ലൊക്കേഷനിലോട്ട് നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, then next is best fit. What is best fit? Best fit, from the name itself നമുക്കറിയാം എന്താണ്. ആ ഒരു പ്രോസസ്സിന്റെ സ്പേസ് എത്രയാണോ ഈ അവൈലബിൾ സ്പേസിൽ കറക്റ്റ് ആയിട്ട് അതുമായിട്ട് ഏറ്റവും അടുത്തതിൽ ഫിക്സ്. അതായത് സ്മോളസ്റ്റ് ഫ്രീ പാർട്ടീഷൻ, അതായത് അതിന് ഏറ്റവും മിനിമം, അതായത് ആ സ്പേസ് ഇപ്പം അതിന് 200 ആണ് വേണ്ടതെങ്കിൽ ഒരു 215 നമ്മുടെ മെമ്മറിയിൽ സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് അലോട്ട് ചെയ്യും. ഏതാണോ അത് മിനിമം ആയിട്ട് വേസ്റ്റേജ് ഇല്ലാണ്ട് അലോട്ട് ചെയ്യുന്ന ആ പെർട്ടിക്കുലർ പ്രോസസ്സിനെയാണ് ബെസ്റ്റ് ഫിറ്റ് സ്ട്രാറ്റജി എന്ന് പറയാം. സ്മോളസ്റ്റ് ഫ്രീ പാർട്ടീഷനിലേക്ക് അലോട്ട് ചെയ്ത് കൊടുക്കാം. സ്മോളസ്റ്റ് ഫ്രീ പാർട്ടീഷൻ. നെക്സ്റ്റ് ഫസ്റ്റ് ഫിറ്റ് എന്താണ്? ഫസ്റ്റ് ഫിറ്റ്, ഇത് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത് ആദ്യം കാണുന്ന പെർട്ടിക്കുലർ ലൊക്കേഷൻ, നമ്മുടെ പ്രോസസ്സിന് ഏകദേശം മാച്ച് ആവുന്ന ലൊക്കേഷൻ ഏതാണോ അവിടെ കൊണ്ട് അലോട്ട് ചെയ്തു. ഫസ്റ്റ് ഫിറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ലാർജസ്റ്റ് സ്പേസിലായിരിക്കും അലോട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഏറ്റവും ലാർജസ്റ്റ് സ്പേസിലായിരിക്കും അലോട്ട് ചെയ്ത് കൊടുക്കുക. ലാർജസ്റ്റ് ഫ്രീ പാർട്ടീഷനിലായിരിക്കും പ്രോസസ്സിനെ അലോട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, then one more strategy is there, that is next fit. എന്താണ് നെക്സ്റ്റ് ഫിറ്റ്? നെക്സ്റ്റ് ഫിറ്റ് എന്താണ്? നെക്സ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നതും വിച്ച് ഇസ് സെയിം ആസ് ഫസ്റ്റ് ഫിറ്റ് ആണ്. ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് ആ ലൊക്കേഷനിലായിരിക്കും ഫർദർ ഫ്രീ സ്പേസസ് സെർച്ച് ചെയ്യുന്നത്. ഓക്കെ,
അതായത് ഫസ്റ്റ് ഫിറ്റ് എന്ന് പറയുമ്പോൾ ബെസ്റ്റ് ലൊക്കേഷനിൽ നിന്നായിരിക്കും സെർച്ച് ചെയ്യുക ടു ഫൈൻഡ് ദി ബെസ്റ്റ്, അതായത് ആ പ്രോസസ്സിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഫ്രീ സ്പേസ് നോക്കും. നെക്സ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ സെർച്ച് ചെയ്ത ഒരു ലൊക്കേഷനിൽ നിർത്തിയിട്ടുണ്ടാവും, അവിടെ നിന്നായിരിക്കും ഫെർദർ ഫ്രീ ലൊക്കേഷൻ സെർച്ച് ചെയ്യുക. ഓക്കെ, സെയിം ആസ് ഫസ്റ്റ് ഫിറ്റ് ആണ്, ബട്ട് സെർച്ച് ചെയ്യാൻ തുടങ്ങുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് എവിടെ നിന്ന് ലെഫ്റ്റ് ഓഫ് ചെയ്തോ അവിടെ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് നെക്സ്റ്റ് ഫിറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? Is this clear? Clear ആണോ അല്ലേ? Okay, so take down a question. For a given memory partition, partition of 100K, 500K, 200K, 100K, 500K, 200K, 300K, and 600K. How would worst fit and best fit is suitable? How would worst fit and best fit is suitable if the process requirements are 212K, 212K, 417K, 112K, and 426K. Option A, both are suitable. Option B, best fit, not worst fit. Option C, worst fit, not best fit. Option D, both not suitable. എന്താണ് തന്നിട്ടുള്ളത്, എന്താ ചെയ്യുക? എന്താ തന്നിട്ടുള്ളത്, എന്താ ചെയ്യേണ്ടത്? ഓൾറെഡി പ്രോസസ്സിന്റെ മെമ്മറി പാർട്ടീഷൻ തന്നിട്ടുണ്ട്. Then we need to പ്രോസസ്സിന് ആവശ്യമുള്ള മെമ്മറി സ്പേസും തന്നിട്ടുണ്ട്. ഓക്കെ, now we need to check എന്താണ് how ഈ അലൊക്കേഷൻ എങ്ങനെയാണ് നടക്കാന്നുള്ളത് ചെക്ക് ചെയ്യുക. ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ആ പ്രോസസ്സിന്റെ എല്ലാ റിക്വയർമെന്റ്സും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കാം. ഓക്കെ, സോ given memory space is 100, എന്തൊക്കെയാ തന്നിട്ടുള്ള 100K, 200K, 300, 500K, and 600K. Okay, and the process requirements are 212K, 417K, 112K, and 426K. Okay, so how best fits? അല്ലെങ്കിൽ ആദ്യം ഫസ്റ്റ് ഫിറ്റ് നോക്കാം. ആദ്യം ഫസ്റ്റ് ഫിറ്റ് അല്ലേ ചോദിച്ചിട്ടില്ല. ഹൗ ഫസ്റ്റ് ഫിറ്റ് വർക്ക്സ്? ബോർഡ് ക്ലിയർ ഉണ്ട്.
കോഡ് ഒട്ടും ക്ലിയർ അല്ല. ഡേറ്റ എഴുതിയേക്കുന്നൊന്നും കാണാൻ പറ്റുന്നില്ല. ആണോ? 1 സെക്കൻഡ്. അർജുൻ, ഇവിടെ കറണ്ടും ഇല്ല, അതിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് ഫിറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഫിറ്റിന്റെ ഇപ്പൊ ക്ലിയർ ആണോ ബോർഡ്? അല്ല, പക്ഷെ പഴയ പോലെ തന്നെ ആണോ? നെറ്റ് ചേഞ്ച് ചെയ്ത് നോക്കി. ഇപ്പൊ കാണാമോ? പക്ഷെ എഴുതിയേക്കുന്നൊന്നും വായിക്കാൻ പറ്റുന്നില്ല, ഒരുമാതിരി ക്ലാരിറ്റി കുറഞ്ഞ പോലെ. ആണോ? എല്ലാവർക്കും ഉണ്ടോ പ്രശ്നം? എന്റെ പ്രശ്നമാണോ നിങ്ങളുടെ പ്രശ്നമാണോ? ഉണ്ട്. അപ്പൊ ഞാൻ ആ ബ്ലാക്ക് ബോർഡ് ഒന്ന് ഷെയർ ചെയ്യാം. ഒരു സെക്കൻഡ്, ബ്ലാക്ക് ബോർഡ് ഷെയർ ചെയ്തിട്ട് പറയാം. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്തേ. ഞാൻ ഇപ്പൊ തന്നെ ഷെയർ ചെയ്യാം. ഒന്ന് ട്രൈ ചെയ്തേ. പ്രോബ്ലം
ആ കുപ്പി വേണം എന്താ ഇപ്പൊ കാണാമോ ഈ ബോർഡ്? കാണാം. ഓക്കെ, സോ ലിസൺ, നമുക്ക് തന്നിട്ടുള്ള സ്പേസ് എന്താണ്? അതേ ഓർഡറിലാണെങ്കിൽ അതേ ഓർഡറിൽ എഴുതാട്ടോ. 100K, 500K, 200K, then 300K and 600K. So this is how the memory is partitioned. Okay, so now we need to process the requirements. 100, 200, 500 എന്നല്ലേ? ഏത് ഓർഡറിൽ വേണമെങ്കിലും എഴുതാം. ജസ്റ്റ് മെമ്മറി അങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, ഓർഡറിൽ തന്നെ അങ്ങനെ അങ്ങനെയൊന്നും ആവശ്യമില്ല. ഓക്കെ, മെമ്മറീനെ ഇങ്ങനെ അത് 100K ഒരു സ്പേസ്, അടുത്തത് 500, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, സോ പ്രോസസ്സിന്റെ റിക്വയർമെന്റ്സ് എന്താണ്? എന്തൊക്കെ? 212K, 212K, 417K, 417, then 112K, 426K. ഓക്കെ, സോ ഇത്രയും പ്രോസസ്സിനെ നമുക്ക് ഈ മെമ്മറിയിലോട്ട് അലോട്ട് ചെയ്യണം. വി നീഡ് ടു അലോട്ട് ദിസ് പ്രോസസ് ഇൻ ടു അവർ മെമ്മറി. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് മാപ്പ് ചെയ്യേണ്ടത് ഏതാണ്? 212. സോ അക്കോർഡിംഗ് ടു ഫസ്റ്റ് ഫിറ്റ് ആണെങ്കിൽ ഇത് ഏത് സ്പേസിലായിരിക്കും അലോട്ട് ചെയ്യുക? 212നെ ഏത് സ്പേസിലായിരിക്കും അലോട്ട് ചെയ്യുക? In which location we used to allot 212? അതായത് ഏറ്റവും ലാർജസ്റ്റ് ഫ്രീ പാർട്ടീഷനിലായിരിക്കും അലോട്ട് ചെയ്യുക. സോ 212 is allotted over here. Okay, then what about 417? 417? 500. 500. 417 500 allot ചെയ്യും. Then 112? 300 allot ചെയ്യും. 112. Okay, then what about 426? 426 100ലും പ്ലേസ് ചെയ്യാൻ പറ്റില്ല, 200ലും പ്ലേസ് ചെയ്യാൻ പറ്റില്ല. Okay, so ഏത് ഫസ്റ്റ് ഫിറ്റ് is not suitable for ഏത് ഈ പെർട്ടിക്കുലർ ഇതിന് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ഓക്കെ, then what about the next thing? Best fit. Best fit. Best fit. Best fit 300 ബെസ്റ്റ് ഫിറ്റില് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടീഷൻ, അതുമായിട്ട് മാച്ച് ചെയ്യുന്ന പാർട്ടീഷനിലായിരിക്കും അലോട്ട് ചെയ്യുക. അതായത് 212 എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് 200 അലോട്ട് ചെയ്യാൻ പറ്റില്ല. അടുത്ത സ്മോളസ്റ്റ് പാർട്ടീഷൻ വിച്ച് സൂട്ട്സ്, അതിന് സൂട്ട് ആവുന്ന പാർട്ടീഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് അലോട്ടഡ് ഇൻ ദിസ് ലൊക്കേഷൻ 212. 300Kയിലായിരിക്കും ഏത് അലോട്ട് ചെയ്യുന്നത്? 212നെ അലോട്ട് ചെയ്യുന്നത്. Then what about 417? 417 is allotted in 500. Then 112 200. 426 is allotted in 600. അപ്പം ഏത് മെത്തേഡാണ് ഇതിന് സൂട്ട് ആവുക? ബെസ്റ്റ് ഫിറ്റ് മെത്തേഡ് സൂട്ട് ആവും ഫോർ അലോട്ടിങ് എന്താണ്?
ഈ പ്രോസസ്സിന്റെ റിക്വയർമെന്റ്സ് ഏത് സ്ട്രാറ്റജിയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? ബെസ്റ്റ് ഫിറ്റ്. ഓക്കെ. ഓക്കെ. Then next is next heading is paging. Next heading is paging. എന്താണ് പേജിംഗ്? എന്താണ്? എന്താണ് പേജിംഗ്? ആദിൽ? ആദിൽ? എന്താണ് പേജിംഗ് ആദിൽ? ആർക്കെങ്കിലും അറിയോ പേജിംഗ് എന്താണെന്നുള്ളത്? Okay, eliminates the continuous memory allocation. Then മെമ്മറി ലൊക്കേഷനെ പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഫ്രെയിം എന്ന് പറയും ഓരോ ബ്ലോക്കിനെ. ഫ്രെയിം കേട്ടില്ല, ക്ലിയർ ആവുന്നില്ല. പ്രൈമറി മെമ്മറിനെ പല പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ ഓരോ ബ്ലോക്കിനെ ഫ്രെയിം എന്നൊക്കെ പറയും. ഓക്കെ. ദെൻ അതിനെ ഫ്രെയിം എന്ന് പറയും. പിന്നെ okay, so പേജിംഗില് ഹിയർ എങ്ങനെയാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്? കണ്ടിന്യൂസ് അലൊക്കേഷൻ അല്ല, നോൺ കണ്ടിന്യൂസ് ആയിട്ടാണ് അലോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഇസ് ദി ലോജിക്കൽ അഡ്രസ്സിനെ ഈ ഫിക്സഡ് ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഫിക്സഡ് ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ദാറ്റ് ഇസ് ഫിക്സഡ് സൈസ് ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ദാറ്റ് ഇസ് ടേംഡ് as pages and മെമ്മറിനെ ഫിക്സഡ് ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ദാറ്റ് ഇസ് ടേംഡ് as frames. ഓക്കെ. സോ നമുക്ക് ഏതാ മാപ്പ് ചെയ്യേണ്ടത്? ലോജിക്കൽ അഡ്രസ്സിനെ ഏതായിട്ട് മാപ്പ് ചെയ്യണം? ഫിസിക്കൽ അഡ്രസ് സ്പേസ് ആയിട്ട് മാപ്പ് ചെയ്യണം. സോ ലോജിക്കൽ അഡ്രസ് സ്പേസിനെ ഹിയർ ഫിക്സഡ് ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ടേംഡ് as pages. ആൻഡ് ഫിസിക്കൽ അഡ്രസ്സിനെ ഫിക്സഡ് ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ടേംഡ് as frames. ഓക്കെ. അപ്പം ഇതിലുള്ള ഓരോ പേജസിനെ എടുത്തിട്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫ്രെയിംസിൽ പ്ലേസ് ചെയ്യാം. ഓക്കെ. നോർമലി ദ നമ്പർ ഓഫ് ദ സൈസ് ഓഫ് പേജ് ഇസ് ഈക്വൽ ടു ദ സൈസ് ഓഫ് ഫ്രെയിം. Okay, so here we have two tables. One is page table or page map table, which contains the page number and its corresponding frame number. It has എന്താണ് പേജ് നമ്പറും അതിന്റെ കറസ്പോണ്ടിങ് ഏത് പേജ് ഏത് ഫ്രെയിമിൽ പ്ലേസ് ചെയ്തു എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ്. പേജ് നമ്പർ ആൻഡ് ഇറ്റ്സ് ഫ്രെയിം നമ്പർ. Okay, so similarly we have another table which is termed as memory map table, which gives the information about the frames, which are the frames allotted and which are free. Okay, appo rendu table aanu nammal use cheyyunnathu. Page table which holds the information about the page number and the frame number, which page is allotted to which frame, and memory map table is a system wide which uses which gives the information about the frame which is free or allotted.
Okay. And apart from that, here we have one more cache memory that is termed as TLB, translation leukocyte buffer. So this is a buffer, high speed buffer for holding the used pages. Okay, is it clear? Is it clear? Clear ആണോ അത്? ആണോ ഇല്ലേ? മനസ്സിലായി. ഓക്കെ, സോ ഇതില് ഒരു പെർട്ടിക്കുലർ പേജ് നമ്മൾ റെഫർ ചെയ്യുന്ന പേജ് പ്രൈമറി മെമ്മറിയിൽ ഉണ്ടെങ്കിൽ then it is termed as hit, and if it is not there it is termed as miss. Okay, if it is not there then it is termed as miss. So normally the hit ratio plus miss ratio should be equal to 1. Miss ratio should be equal to 1. Then effective memory access, രണ്ട് equations ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, or average memory access എന്നുള്ള equation എന്ന് പറയുന്നത്, it is hit ratio, effective memory access EMA, which is equal to hit ratio into time to access from primary memory plus time to access from primary memory plus miss ratio into time to access from secondary memory. Okay, so take to a question. Effective memory access time EMA or average memory access time is equal to hit ratio into time to access from primary memory plus miss ratio into time to access from secondary memory. Okay, so take down a question. In a paged memory, hit ratio is 0.35 and the time required to access from secondary memory is 100 nanoseconds. And the time required to access a page from primary memory is 10 nanoseconds. Find the average time required to access the page. Find the average time required to access the page. Equation നമുക്ക് അറിയാമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, എന്താണ് തന്നിട്ടുള്ളത്, എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ജോസ്വിൻ, അതിന്റെ ആക്സസ് ഫോർ പ്രൈമറി മെമ്മറീസ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് പറയാം. ഏതാ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണോ? ഒന്നുകൂടി. In a paged memory, hit ratio is 0.35 and the time required to access from secondary memory is 100 nanosecond. The time required to access a page from primary memory is
10 nanoseconds. Find the average time required to access the page. Okay. So, എന്താണ് തന്നിട്ടുള്ളത് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് ഇക്വേഷൻ? Effective memory access is equal to hit ratio into time to access from primary memory plus miss ratio into time to access from secondary memory. അപ്പം given data എന്താണ്? Time to access the secondary memory 100 nanoseconds തന്നിട്ടുണ്ട്. Time to access the primary memory is 10 nanoseconds തന്നിട്ടുണ്ട്. Hit ratio is 0.35 തന്നിട്ടുണ്ട്. Miss ratio അപ്പം എന്താണ്? 1 minus 0.2. 1 minus hit ratio. Since hit ratio plus miss ratio is equal to 1 ആണ്. Okay. അപ്പോൾ miss ratio എന്ന് പറയുന്നത് 1 minus hit ratio. That is 0.65. Okay. അപ്പോൾ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ ഇക്വേഷനിൽ. വാട്ട് ഇസ് ദ റിസൾട്ട്? What's the result? Alchemist. Full Metal Alchemist. Father? Metal Alchemist. It's 100. 100 ആണോ? എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തേ? 0.35 into 100 plus 0.65 into 100. 0.35 into 10 അല്ലേടാ? 10 ആയി. ടൈം ടു ആക്സസ് ദ പ്രൈമറി മെമ്മറി അല്ലേ? ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ടൈം ടു ആക്സസ് ദ പ്രൈമറി മെമ്മറി ആണ്. ഹിറ്റ് റേഷ്യോ ഇൻറ്റു ടൈം ടു ആക്സസ് പ്രൈമറി മെമ്മറി പ്ലസ് മിസ് റേഷ്യോ ഇൻറ്റു ടൈം ടു ആക്സസ് സെക്കൻഡറി മെമ്മറി. 68.5. 68.5. Okay. So one more equation is there. അതായത് if you use translation look aside buffer, ആ TLB എന്നുള്ള ബഫർ യൂസ് ചെയ്യുകയാണെങ്കിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, so take the equation. Effective memory access is equal to EMA is equal to hit ratio into TLB access time plus primary memory access time plus miss ratio into TLB access time plus TLB access time plus 2 into primary memory access time. 2 into primary memory access time. 2 into primary memory access time. Okay. So take the question. Consider a paging system. Where translation look aside buffer TLB
A special kind of associative memory, translation leukocyte buffer, comma, a special kind of associative memory is used with hit ratio of 80%. Assume that the memory reference takes 80 nanoseconds and reference time to TLB is 20 nanoseconds. What will be the effective memory access time? What will be the effective memory access time given 80% hit ratio? Given 80% hit ratio. ഓക്കെ, എന്താണ് ഗിവൻ, എന്താ ചെയ്യേണ്ട? അർജുൻ? എനിക്ക് ക്ലിയർ അല്ലായിരുന്നു. പ്രശ്നമുണ്ടോ എല്ലാവർക്കും? ഇടയ്ക്ക് 2-3 കോൾ വന്നായിരുന്നു. അല്ല, എന്റെ നെക്സ്റ്റ് പോയായിരുന്നു. ആണോ? ഓക്കെ, വേറെ ആർക്കെങ്കിലും ക്ലിയർ ആയിരുന്നോ ക്വസ്റ്റ്യൻ? ജോസ്ഫിൻ ക്ലിയർ ആയിരുന്നോ? എന്താണ് തന്നിട്ടുള്ളത്, എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ തന്നെ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാനുള്ള അതെ, ഹിറ്റ് റേഷ്യോ തന്നിട്ടുണ്ട്. പിന്നെ TLB ആക്സസ് ടൈം 80%. 80% എന്ന് പറയുമ്പോ ഹിറ്റ് റേഷ്യോ എന്താണ്? പെർസെന്റേജ് 80 എന്ന് പറയുമ്പോ 80 divided by 100 which is 80/100 അല്ലേ? 2/5. 80/100 0.5 0.8 അല്ലേ? അപ്പൊ മിസ് റേഷ്യോ എന്തായിരിക്കും? 1 minus hit ratio. Hit ratio that is 0.2. അപ്പൊ ഇനി ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. വാട്ട് വിൽ ബി ദ റിസൾട്ട്? ആർക്കെങ്കിലും കിട്ടിയോ ആൻസർ? ഇത്രയും സ്ലോ ആണോ മാത്സിൽ നിങ്ങൾ? ബിച്ചു? ബിച്ചു? ആൻസർ എന്താണ്?
എന്താണ് ആൻസർ? എന്താണ്? Okay, so here it's given effective memory access is equal to 0.8 into TLB access time is 20 nanoseconds plus primary memory access time is 80. Okay, plus 0.2 into 20 plus 2 into 80. Okay, so which is equal to 0.8 into 100 plus 0.2 into 180, which is equal to 116 nanoseconds. ഇത് കിട്ടിയായിരുന്നു നിങ്ങൾക്ക്? റിസൾട്ട് കിട്ടിയായിരുന്നോ? Okay. So the next is about page replacement. എന്താണ് ഈ പേജ് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത്? പേജ് റീപ്ലേസ്മെന്റ് മറിയം? മറിയം, എന്താണ് ഈ പേജ് റീപ്ലേസ്മെന്റ്? മിസ്, ഒരു പേജ് പ്രയോറിറ്റി അനുസരിച്ച് മാറ്റുന്നതല്ലേ? അതായത് പ്രയോറിറ്റി ആണോ? പ്രോസസ് ചെയ്തത് മാറ്റുന്നത്, പ്രോസസ് ചെയ്തത് താഴത്തോട്ടായി മാറുന്നത്, അങ്ങനെയല്ലേ? ആണോ? അതാണോ? What about page fault? Okay, so listen. ഇവിടെ നമ്മൾ എന്താണ് ലോജിക്കൽ അഡ്രസ്സിനെ പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെ ആയിരിക്കും എന്തിലോട്ട് പ്ലേസ് ചെയ്യുന്നത്? ഫ്രെയിംസിലോട്ട് പ്ലേസ് ചെയ്യുന്നത്. സോ ഇഫ് ദ റിക്വസ്റ്റഡ് പ്രോസസ്, ഒരു പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇഫ് ദ റിക്വസ്റ്റഡ് പേജസ് ഇസ് നോട്ട് പ്രസന്റ് ഇൻ ദ മെയിൻ മെമ്മറി ആണെങ്കിൽ, മെയിൻ മെമ്മറിയിൽ ആ റിക്വസ്റ്റ് ചെയ്ത പേജ് ഇല്ലെങ്കിൽ then it is termed as page fault. Page fault എന്ന് പറയുന്നത് എന്താണ്? If the requested page is not found in the main memory, then it is called page fault. Okay, then we need to perform എന്താണ്? Requested pageനെ നമ്മുടെ ഏതിലോട്ട് കൊണ്ടുവരണം? മെയിൻ മെമ്മറിയിലോട്ട് കൊണ്ടുവരണം. ഓക്കെ, റിക്വസ്റ്റ് ചെയ്ത പേജിനെ, നമുക്ക് ആവശ്യമുള്ള പേജിനെ ഏതിലോട്ട് കൊണ്ടുവരണം? മെമ്മറിയിലോട്ട് കൊണ്ടുവരണം. സോ മെമ്മറിയിലോട്ട് കൊണ്ടുവരാൻ, ബട്ട് ഓൾറെഡി മെമ്മറി ഫുൾ ആണെന്ന് വെച്ചോ, മെമ്മറിയിൽ സ്പേസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുത്തെ ഏതെങ്കിലും ഒരു പേജ് എടുത്ത് മാറ്റിയിട്ട് we need to place our page in that particular location. Okay, so such process is termed as page replacement. ഒരു പേജിനെ റീപ്ലേസ് ചെയ്ത് അതിന് പകരം വേറൊരു പേജിനെ പ്ലേസ് ചെയ്യുക. ഓക്കെ, സോ ഈ പേജ് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നതും നമുക്ക് വെറുതെ തോന്നുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. Some set of algorithms are there. First is random replacement. Random replacement, from the name itself we know that എന്താണ്? Randomly ഏതെങ്കിലും ഒരു പേജ് സെലക്ട് ചെയ്യുക, അവരെ റീപ്ലേസ് ചെയ്യുക. ഓക്കെ, സോ the next is FIFO replacement. എന്താണ് FIFO replacement? FIFO replacement എന്താണ്? FIFO എന്ത് പറ്റി നിങ്ങൾക്കൊക്കെ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഓക്കെ, ഒപ്റ്റിമൽ പേജ് റീപ്ലേസ്മെന്റ് എന്താണ്? ഒപ്റ്റിമൽ പേജ് റീപ്ലേസ്മെന്റ് ലോങ്സ്റ്റ് ഡ്യൂറേഷനില്
പേജിനെ ലോഗസ്റ്റ് വെർഷൻ വരാത്തതിനെ മാറ്റുന്ന. അതായത് ഫ്യൂച്ചറിൽ നമ്മൾ റെഫർ ചെയ്യാത്ത അധികം റെഫർ ചെയ്യാത്ത പേജസിനെ ആയിരിക്കും റീപ്ലേസ് ചെയ്യുക. ഓക്കെ, ബേസ്ഡ് ഓൺ അതാണ് റീപ്ലേസ് ദ പേജ് വിച്ച് വിൽ നോട്ട് ബി റെഫേർഡ് ഫോർ സോ ലോങ് ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ ആ പേജ് റെഫർ ചെയ്യാൻ പോകുന്നില്ലെങ്കിൽ ആ പേജിനെ ആയിരിക്കും റീപ്ലേസ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് ഒപ്റ്റിമൽ പേജ് റീപ്ലേസ്മെന്റ് ആൻഡ് ലീസ്റ്റ് റീസെന്റ് യൂസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ലീസ്റ്റ് റീസെന്റ് യൂസ്ഡ് ഫ്രം ദ നെയിം ഇറ്റ്സെൽഫ് നമുക്ക് ഗസ് ചെയ്യാം എന്താണ് പാസ്റ്റില് അധികം യൂസ് ചെയ്യാത്ത പേജ്. ഓക്കെ, പാസ്റ്റില് നമ്മൾ അധികം യൂസ് ചെയ്യാത്ത പേജിനെ ആയിരിക്കും റീപ്ലേസ് ചെയ്യുക. ലീസ്റ്റ് റീസെന്റ്ലി യൂസ്ഡ്. ഓക്കെ, സോ ഇതിന്റെ എക്സാമ്പിൾ ഒക്കെ വേണോ? എക്സാമ്പിൾ നിങ്ങൾക്ക് ബുക്കിൽ റെഫർ ചെയ്യാമോ? നിങ്ങള് ഒന്ന് റെഫർ ചെയ്തേക്ക്. ഓക്കെ, ഇനിയിപ്പം സമയം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം ജസ്റ്റ് സ്പീഡിൽ. ഓക്കെ, അറ്റൻഡൻസ് ആദിൽ, അഭിജിത്ത്, പ്രസന്റ് മിസ്. അക്ഷര, Present miss. അഞ്ജലി, Present miss. അഞ്ജു, ആന്റോ, പ്രസന്റ് മിസ്. അപർണ, Present miss. അപർണ പ്രതാപ്, അരവിന്ദ്, മിസ് പ്രസന്റ്. ആരവ്, പ്രസന്റ് മിസ്. അർജുൻ, ബിച്ചു, ജീവൻ, ജോസ്ഫിൻ, പ്രസന്റ് മിസ്. കൃഷ്ണരാജ്, Present miss. മാധവ്, Present miss. മറിയ, Present miss. മെർലിൻ, Present miss. മുബിൻ, Present miss. ഹാഫിസ്, പ്രസന്റ് മിസ്. മിസ് ആദിലിന്റെ മൈക്ക് പ്രോബ്ലം ആണ് മുബിൻ. പറഞ്ഞത്. ഓക്കെ, റുബിൻ, പ്രസന്റ് മിസ്. നജ്മ, Present miss. നൗറിൻ, പാർവതി, Present miss. സാന്ദ്ര, സാന്ദ്ര ഇല്ല മിസ്. ഓക്കെ, ശ്രീപ്രസാദ് ഉണ്ട്, ശ്രുതി, വിഷ്ണുപ്രിയ, അജീന, Present miss. അഖിൽ, Present miss. ജോസ്മി. Present miss. Okay, absent is Jeevan, Naurin and Sandra. Okay, so 5th hour നോക്കാം. Thank you. Thank you.